അമ്മേ അമ്മ എന്നാലേ മനസ്സിലാവുള്ളൂ. ഹലോ ഗായ്സ്, സുഹൃത്തുക്കളെ, അങ്ങനെ ഞങ്ങൾ കൊച്ചിയിലെത്തി. മക്കൾ രണ്ടുപേരും മടുത്താണ് ഇരിക്കുന്നത്. കാരണം നേരം വെളുത്തതല്ലേ ഉള്ളൂ. അപ്പോൾ അതിൻ്റേതായ ക്ഷീണം അവർക്കുണ്ട്. അവരെ ഒന്ന് ഫ്രഷ് ആക്കണം, ഞങ്ങളൊന്ന് ഫ്രഷ് ആവണം. അപ്പോൾ ഇനിയിപ്പോൾ പുറത്ത് ആരാ വന്ന് നിൽക്കണമെന്ന് അറിയത്തില്ല. കാരണം ഞങ്ങളുടെ ഫോണൊന്നും വർക്കിംഗ് അല്ലല്ലോ. അവരും വിളിച്ചിട്ട് കിട്ടില്ല, ഞങ്ങൾക്കും വിളിക്കാൻ പറ്റില്ല. ഇപ്പോൾ എന്തായാലും പിള്ളേരൊക്കെ ഫ്രഷായി ഞങ്ങളിതേ എക്സിറ്റിലേക്ക് ചെല്ലുന്നു. ഇതാണ് കൊച്ചിയിൽ ഇൻ്റർനാഷണൽ ഫ്ലൈറ്റ് ഇറങ്ങിയിട്ട് നമ്മൾ എക്സിറ്റിലേക്ക് പോകുന്ന വഴിയാണ് ഈ കാണുന്നത്. ഇത് വിളിച്ചോണ്ടിരുന്ന എന്നാ ഓക്കെ. അങ്ങനെ മക്കൾ രണ്ടുപേരും അവരുടെ ബാഗ് ഇങ്ങ് തന്നേരെ ഞങ്ങൾ വലിച്ചോളാം എന്ന് പറഞ്ഞു. അങ്ങനെ അവരെടുത്തിട്ടുണ്ട്. ഇനി എപ്പോഴാണ് ഞങ്ങൾക്ക് തിരിച്ചു തന്നെയെന്ന് അറിയാൻ പാടില്ല. എനിവേ ഞങ്ങളിത് എക്സിറ്റ് എത്താറായി ഏകദേശം. ഇതൊന്നും കുഴപ്പമില്ല, എന്നെ കണ്ടാൽ മതി, നോക്കില്ല. പോട്ടെ പോട്ടെ, ഇല്ലേ പോട്ടെ പോട്ടോ. അങ്ങനെ ഞങ്ങളിത് എക്സിറ്റിൻ്റെ അടുത്ത് എത്തി. മക്കളിത് പുറത്തേക്ക് നോക്കുവാണ് ആരാ വന്ന് നിൽക്കണേന്ന്. പക്ഷേ നമുക്ക് കാണാൻ പറ്റുന്നില്ല. എന്തായാലും പുറത്തേക്ക് ഇറങ്ങി. അന്നേരം നമ്മൾ പ്രതീക്ഷിച്ച ആളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ പ്രതീക്ഷിക്കുന്നത് ദേവൂട്ടനെയാണ്, അതായത് അനീൻ്റെ കൊച്ചിനെ. അപ്പോൾ അവൻ വന്ന് ഇവരെ വിളിക്കാൻ വരും എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവനെ കാണാനായിട്ടാണ് ഇത്ര തിടുക്കത്തോടു കൂടി അവർ രണ്ടുപേരും മുമ്പോട്ട് പോണത്. പക്ഷേ അവിടെ ചെന്ന് കഴിയുമ്പോൾ അതൊരു സാഡ് മൊമെൻ്റായി പോയി. തമ്പൂട്ടന് കറക്റ്റ് എക്സിറ്റിൻ്റെ അവിടെ ചെന്ന് കഴിഞ്ഞപ്പം മറ്റേ സ്ലൈഡിങ് ഡോറിൻ്റെ വേ കണ്ടു കഴിഞ്ഞപ്പം പുള്ളിക്കാരിക്ക് അത് വലിക്കാൻ ബുദ്ധിമുട്ട്. പുള്ളിക്കാരി ലാസ്റ്റ് ബാഗ് എടുത്തുകൊണ്ട് പോയി. അതിനെടുക്കണ വലിച്ചോ. അങ്ങനെ ചെയ്യാൻ ഞങ്ങൾ പുറത്തിറങ്ങി. അപ്പോൾ പുറത്ത് നിൽക്കുന്ന ആരാന്ന് അറിയത്തില്ല, ഇപ്പോഴും കണ്ടില്ല കേട്ടോ. ഞങ്ങളത് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. നേരെ നിൽപ്പുണ്ട്, കാര്യം പറഞ്ഞാൽ ഞങ്ങൾ കണ്ടില്ല, മക്കളും കണ്ടില്ല. പോട്ടെ പോട്ടെ പോട്ടെ. ഇവിടെ 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 വീണ അങ്ങനെ വന്നേക്കണത് എൻ്റെ അനിയനും ആൻറ്റിമാരുടെ 2 മക്കളുമാണ് വന്നേക്കണത്. പക്ഷേ മക്കൾ പ്രതീക്ഷിച്ച ആൾ എത്തിയിട്ടില്ല. ഇപ്പം മുതൽ സാഡായി. ഇനിയിപ്പോൾ വണ്ടിയിരുന്ന് ഉറങ്ങുള്ളൂ വീട് വരെ. അയ്യോ, ദേവനെ കാത്ത നിന്നേ. അങ്ങനെ ഞങ്ങൾ 1.5 വർഷം കൂടി കാണുന്നു. മക്കളും അത് തന്നെയാണ് ഏറ്റവും വലിയ പ്രശ്നം. അനീൻ്റെ കൊച്ചിനെ കണ്ടിട്ട് 1.5 വർഷമായി. അപ്പം അതിൻ്റെ ആങ്സൈറ്റിയിലാണ് അവർ വന്നത്. പക്ഷെ അത് കാണാൻ പറ്റിയില്ല, അറിയാലോ. അതിപ്പോൾ അതിൻ്റെ ഒരു ബുദ്ധിമുട്ട് അവർക്കുണ്ട്. ഇനിയിപ്പോൾ എത്രയും പെട്ടെന്ന് അവർക്ക് വീട്ടിലൊന്ന് ചെന്നാൽ മതി, ആ ഒരു ലക്ഷ്യമുള്ളൂ. പക്ഷേ ഞങ്ങൾ ഫുഡൊന്നും കഴിച്ചിട്ടില്ല. ഇനിയിപ്പോൾ ഇറങ്ങി ഒരു എന്തെങ്കിലും ഫുഡൊക്കെ കഴിച്ചിട്ട് വേണം ഞങ്ങൾക്ക് പോകാനായിട്ട്. സുഹൃത്തുക്കളെ, അങ്ങനെ നമ്മള് കൊച്ചിയിലെത്തി. തുടങ്ങിയത് രണ്ടെണ്ണം പറയും. കഴിച്ചോ? ഇല്ലല്ല, കഴിച്ചിട്ടില്ല. മക്കൾക്ക് വിശക്കുവാന്ന് പറയണേ. അപ്പൊ ഞങ്ങളിതേ ഇനി ഒരു ഹോട്ടൽ തപ്പി പോവാ. എൻ്റെ അനിയന്മാരും ഫ്രണ്ടിൽ പോയിട്ടുണ്ട്. അവര് ആദ്യം ഒരു ഹോട്ടലിലേക്ക് കയറും. അപ്പം അതനുസരിച്ച് ഞങ്ങൾ പുറകെ കയറും. അങ്ങനെ ഞങ്ങൾ പോകുന്ന വഴിക്ക് ഒരു ഇന്ത്യൻ കോഫി ഹൗസിൽ കയറി. ആദ്യമായിട്ടാണ് ഞങ്ങൾ ഈ ഹോട്ടലിൽ കയറുന്നത്. എന്നെ വിട്ടാരാ പോണോ? ഞാൻ വാ വാ വാ. അയ്യോ അയ്യോ
പൊറോട്ട ഇത് പൊറോട്ട വിളിക്കണ്ട. കേറ് ഭക്ഷണം കഴിക്കാം. ഇത് 2500 ഇവിടുത്തെ റേറ്റ് അല്ലേ? ഇവിടുത്തെ റേറ്റ് ഇത് 1,52,700. അങ്ങനെ ഞങ്ങളുടെ നാട്ടിലേക്ക് എത്തി. ഇതൊക്കെ കാണുമ്പോ കാണാമോ? എനിക്ക് നാട്ടിൽ പോയാൽ മതി. ഞാൻ ഇനി തിരിച്ചു വിട്ടില്ല. എല്ലാവരോടും പോകരുത്. ഞാൻ പറഞ്ഞിട്ടുണ്ട് 18 ദിവസം ടിക്കറ്റൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. സ്കൂളിലൊക്കെ ഇത് കൊടുത്തോ ലെറ്റർ? മെയില് പോണം. ചോക്ലേറ്റ് കൂട്ടുകാരികളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞത്. ഇതെന്റെ ആ കൂട്ടുകാരിക്ക് ഇതിട്ട് ടീച്ചർക്ക് നമുക്കുണ്ടാ പിന്നെ വീടെത്തില്ല നമ്മുടെ. എടാ നമ്മുടെ വീടെത്തിന. നമ്മുടെ വീടെത്തി. നമ്മുടെ വീടെത്തിന്ന്. നമ്മുടെ കാളിയ വീടെത്തിന്ന്. ഇതുണ്ടോ സ്ഥലം കണ്ടോ? മനസ്സിലായോ? ഇപ്പൊ വീടെത്തി. നമ്മുടെ വീട് കേറി ചെല്ല വണ്ടി. ഒരു കെട്ടി. ആ നമ്മുടെ വീട് കാണാൻ നോക്കിയേ. ഇത് ഇപ്പൊ പടന്ന് കാണാല്ലേ? ഇത് രാമകൃഷ്ണന്റെ മറ്റേ മേളിൽ പടന്ന പോലെ ഇരിക്കുന്നത്. നമ്മുടെ വീട് ദേവൂട്ടാ അമ്മ ഓക്കെ ആണോ? ആ ദേവൂട്ടാ ദേവൂട്ടാ ഇത് നോക്കി ഇങ്ങോട്ട്. ദൈവമ എന്നെ ഇത് നീ മുടിയാൻ ഇത് സ്പൈക്ക് വെച്ചോ. ഇത് നോക്കിയേ. ഇത് നോക്കിയേ.
ഈ കുഞ്ഞാച്ചിമാരെ നോക്കി. പിന്നെ വിമാനം ഇറങ്ങി ഇവിടെ ഇറക്കാൻ പറഞ്ഞു. ആകാശത്തോടെ പറഞ്ഞു കൊടുക്കുക. അച്ഛനെ ആ സ്ഥലം ഞാനിരിക്കണ്ടല്ലേ. പിന്നെ നാക്കാന്നായി ഇവനെ പിന്നെ പിന്നെ ഇവനെ അപ്പൊ ഇതോ ഇതോ ഇത് നോക്ക്. അല്ല മൂത്രം ഒഴിച്ചത് ഉണ്ടാവും ഉണ്ടാവും. വീട്ടിൽ വന്ന് കയറി ഫസ്റ്റ് ടൈം അല്ലേ, ഇത് ഉറപ്പായിട്ടുണ്ടാവും. കട്ടിങ് ഇല്ല. എന്നേവാ നാണോനാ അമ്മേ തമ്പുരു 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 തമ്പുരു. ആ അമ്മക്ക് കാണത്തില്ല. അമ്മ മിണ്ട് എന്നാലേ മനസ്സിലാവുള്ളൂ. ഇല്ല അല്ലേ ഇതൊരു സൈഡിലേക്ക് ഇട്ടിട്ടാ ഇപ്പൊ ഈ പയ്യൊന്ന് ഒതുക്കി കൊടുക്ക. ആ അതിൽ കയറ്റിടാ. ഇത് ഓർക്കണുണ്ടോ ഈ പരിസരം? ഓർക്കണില്ല. ഓ ഇത് സൈഡിൽ നിന്ന് എടുക്കുമ്പോ ബൾജിങ് ഭയങ്കര. മതിയാ പൊക്കത്തോളം പോയിക്കൊണ്ടിരിക്കുക. ഇറങ്ങാൻ ഇറക്കണം. ഇപ്പൊ ഇറങ്ങാൻ ആകാശത്ത് വെച്ച് ഇറക്കാൻ പറഞ്ഞു. ദേവ അവിടെ നോക്കിന്ന് മടുത്തു. ലാസ്റ്റ് ദേവക്ക് അപ്പത്തേനും പിന്നെ കുറച്ചു നേരം കഴിഞ്ഞപ്പോ മിണ്ടാട്ടില്ല. അതെ ശരിക്കും നമ്മുടെ മുൻവശം തെളിഞ്ഞു. അതിങ്ങോട്ട് വരുന്നുണ്ട്. വെക്കത്ത എടുത്തോട്ടെ മുട്ട അതാരും കയറില്ല. എന്നാ ഇതങ്ങ് ഇറക്കും. ഞാൻ ഇറക്കാം. അമ്മ വണ്ടി ഇറക്കി ഇട്ടെ. വന്ന വഴിതാണോ പരിപാടി? നീ എങ്ങോട്ട്
അല്ല നീ താമസം അത് നമ്മുടെ അതെവിടെ ഞാൻ അയാള് സ്ലിംബൂട്ടിയാ അല്ല ഇത് വന്നേ ഇവള് ഇതൊക്കെ പറക്കി വെച്ചേ ഇതൊക്കെ പറക്കി വെച്ചേ ഈ ബാഗൊക്കെ എടുത്തങ്ങ് വെച്ചാ കൂടെ ആ പെട്ടെന്ന് ഇത് ഈ ടൈപ്പുള്ള ബാഗ് ഇഷ്ടംപോലെ ഉണ്ടല്ലോ. ഇതൊന്നും നമ്മുടെ അല്ല, ഇതൊന്നും നമ്മുടെ അല്ല, വാടകയ്ക്ക് എടുത്താ, വാടകയ്ക്ക് ആ കൂട്ടുകാരെ. അപ്പൊ നമുക്ക് ഇതിനൊരു പരിചയമില്ലോ, അതുകൊണ്ട് കെട്ടിയതാ. അത് തന്നെയല്ല താഴില്ല, ഒന്ന് ചുമ്മാ പിള്ളേർ അങ്ങനെ മറ്റേ നമ്പർ ലോക്കില്ല, അത് കയറ്റി വിടുവേ. ശരിയോ ഇവിടെ എടുത്തോട്ടോ, 20 കിലോയൊക്കെ ചുമ്മാ കൂളാ. അങ്ങനെ സുഹൃത്തുക്കളെ ഞങ്ങൾ വീട്ടിലെത്തി, എല്ലാവരും ഉണ്ട്. ഇനി വീട്ടിലെ വിശേഷങ്ങൾ വരുന്ന ദിവസങ്ങളിലൊക്കെ വീഡിയോ ഇടുന്നതായിരിക്കും. ഹലോ ഗൈസ്. What's up?